നമുക്കുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇറക്കുന്ന ചില കലണ്ടറുകളിൽ മുഹറം 1 മുതൽ 10 വരെ നഹ്സിന്റെ ദിവസങ്ങൾ ആണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ശരിക്കും ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിച്ച, സ്വഹാബാക്കൾക്കിടയിൽ മുനാഫിക്കായി കടന്നു വന്ന് സ്വഹാബാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പല സ്വഹാബാക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത് ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ടുവന്ന് ഖബറാരാധനയും അത്തരത്തിലുള്ള ബിദ്അത്തുകൾ കൊണ്ടുവന്ന് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ആ ഷിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹം കൊലപ്പെട്ട ദിവസം മുഹറം 10മായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് 1 മുതൽ 10 വരെ നഹ്സായി കണ്ടത്. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ കേരളക്കരയിലെ പല മുസ്ലിം വിഭാഗങ്ങൾക്കും ഉള്ളത്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ദിവസങ്ങൾക്കോ ഏതെങ്കിലും വസ്തുക്കൾക്കോ ഇത്തരത്തിലുള്ള ശകുനങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. മാത്രമല്ല, ശകുനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തീറത്തു ശിർകുൻ, അത്തീറത്തു ശിർകുൻ, അത്തീറത്തു ശിർകുൻ. ശകുനം എന്നുള്ളത് ശിർക്കാകുന്നു. അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും കാലങ്ങളിലോ വസ്തുക്കളിലോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ടൊരു പ്രയാസം ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം ശിർക്കാണ്. അള്ളാഹുവിന് വകവെച്ച് നൽകേണ്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്തെങ്കിലുമൊക്കെ ശകുനങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു ആ നിലക്ക് ശകുനങ്ങൾ നിശ്ചയിച്ചിട്ടുമില്ല. ഏതെങ്കിലും ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയാൽ അന്ന് ദിവസം പോക്കാണ് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. 13-ാം നമ്പറിന് എന്തെങ്കിലും ശകുനമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ എണ്ണങ്ങൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ അള്ളാഹു ആ നിലക്കുള്ള ദോഷങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ 1 മുതൽ 10 വരെ മുഹറമായി കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ പിന്നീട് കല്യാണങ്ങൾ ഉണ്ടാവില്ല, പുതിയ വീട്ടിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടാകില്ല, പുതിയ ജോലിയിലേക്കോ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക, ആ നിലക്ക് വസ്തുക്കളിലും സ്ഥലങ്ങളിലുമൊന്നും അള്ളാഹു പ്രത്യേകം, അത് ചൊവ്വയിലാകട്ടെ ശനിയിലാകട്ടെ മറ്റേതെങ്കിലും സമയങ്ങളിലാകട്ടെ റമദാൻ 14-നാകട്ടെ, ഇതിലൊന്നും അള്ളാഹു പ്രത്യേകമായി ശകലങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടില്ല. ആ നിലക്കുള്ള വിശ്വാസം പിഴച്ച വിശ്വാസമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല നിലക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങൾക്കും ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.